ഹാഷ്മി താജ് ഇബ്രാഹിം തുടരുന്നുണ്ട്. ഹാഷ്മി, അങ്ങനെ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ പാർട്ടി പറയുന്ന അതേ സമയത്ത് തന്നെ ഇപ്പോൾ വിലാപയാത്ര അത് ആലപ്പുഴയിലേക്ക് എത്തിച്ചേരുന്നു. പിന്നീട് 9 മണിക്ക് ശേഷം അത് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക്, അങ്ങനെ ആ തരത്തിലേക്ക് തന്നെയാണ് പാർട്ടി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വഴി നീളെ കാത്തു നിൽക്കുന്നവർക്കൊക്കെ അദ്ദേഹത്തെ കണ്ട് ആദരാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാകും. ഉറപ്പായും അനുജ, ഇതുവരെ പാർട്ടി ക്രമീകരണം പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. അത് പക്ഷേ ദർബാർ ഹാളിലും ഒക്കെ ആയിരുന്നു കാര്യങ്ങൾ. പക്ഷേ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ കാര്യം കുറച്ചൊന്ന് വ്യത്യസ്തമാവുന്നുണ്ടോ സംശയമുണ്ട് അനുജ. അതിന് കാരണം ഈ തെരുവോരങ്ങളിൽ സെക്രട്ടേറിയറ്റ് മുതൽ ഇവിടെ പട്ടം വരെ PMG കഴിഞ്ഞ് പട്ടം വരെയുള്ള ഈ സ്ഥലങ്ങളിൽ തെരുവോരങ്ങളിൽ കാത്തുനിന്ന് 100 മനുഷ്യർ VS എന്ന സമരനായകനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഉദ്ദേശിക്കുന്ന വേഗതയിൽ വാഹനം മുന്നോട്ടേക്ക് പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സമയക്ലിപ്ത പാലിക്കാൻ കഴിയില്ല. ഇതിപ്പോൾ പുലർച്ചെ ഒരു 2 മണി 3 മണിയോട് ആലപ്പുഴയിലേക്ക് എത്താൻ കഴിയും എന്നാണ് പാർട്ടി ക്രമീകരണം നടത്തിയവർ പറയുന്ന പ്രതീക്ഷ. ഒരുപക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി വേഗതയിൽ ഈ വിലാപയാത്ര മുന്നോട്ടേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് തോന്നുന്നു അവരുടെ പ്രതീക്ഷ. എന്തായാലും നമ്മൾ കാണാൻ കഴിയുന്ന VS-നോടുള്ള നിറഞ്ഞ സ്നേഹം, അതിൽ എന്താണ് എല്ലാ അതിരുകൾക്കപ്പുറത്തേക്കുള്ള നിറഞ്ഞ സ്നേഹം, അത് VS എന്ന ആ സമരനായകനെ, VS-ന്റെ കാലത്ത് ജീവിച്ചിരുന്ന നമ്മളൊക്കെ മഹാഭാഗ്യവാന്മാർ എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ കണ്ടു. ഇന്നലെ ഒരു ചെറുപ്പക്കാരനെ കണ്ട് ചെറുപ്പക്കാരൻ വിളിച്ചത് VS-നെ വിളിച്ചത് പാവങ്ങളുടെ പടത്തലവനെ ഞാൻ കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, പാവങ്ങളുടെ പടത്തലവൻ AKG ആണല്ലോ മോനെ എന്ന് ചോദിച്ചപ്പോൾ, AKG ഞങ്ങൾക്കറിയില്ല, P കൃഷ്ണപിള്ള ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾക്കറിയാവുന്ന AKGയും ഞങ്ങൾക്കറിയാവുന്ന P കൃഷ്ണപിള്ളയൊക്കെ VS തന്നെയാണ്, VS-ന്റെ ജീവിതത്തിൽ കൂടിയാണ് ഞങ്ങൾ AKGയും കൃഷ്ണപിള്ളയും ഒക്കെ കണ്ടത് എന്ന് പറയുന്നു. അത്തരത്തിൽ ആ അർത്ഥത്തിൽ ആ പാവങ്ങളുടെ പടത്തലവനെ ഒരു നോക്ക് കാണാൻ ഇങ്ങോട്ടേക്ക് ഈ തെരുവിൻ്റെ ഇരുവശങ്ങളിലും സെക്രട്ടേറിയറ്റ് മുതൽ ഈ പട്ടം വരെ തെരുവിൻ്റെ ഇരുവശങ്ങളിലും ഏതെങ്കിലും തരത്ത് ഒരു ഒരു ഇടവേളയില്ലാത്ത മനുഷ്യച്ചങ്ങല കണക്കെ, ഒരു മനുഷ്യ മതിൽ കണക്കെ, പ്രതിരോധം പോലെ ഇവിടെ ഇരുവശങ്ങളിലും VS ഒരു നോക്ക് കാണാൻ വേണ്ടി ചേർന്നിരിക്കുന്നു. വേലിക്കകത്ത് ശങ്കരൻ അച്യുതൻ എന്ന VS എന്ന 2 വാക്ക് അത് മലയാളിയുടെ ഹൃദയത്തിലേക്ക് എത്രത്തോളം ആഴത്തിൽ കിരിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ, മുദ്രാവാക്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കാണുകയാണ്. നമ്മൾ ഇന്നലെ AKG സെന്ററിൽ രാത്രി 3:10 VS-ന്റെ വിയോഗ വാർത്ത പ്രഖ്യാപിച്ചത് മുതൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ AKG സെന്ററിലേക്ക് ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് ആളുകളെ നമ്മൾ കണ്ടു. അതിനുശേഷം VS-ന്റെ മകന്റെ വീട്ടിലേക്ക്, വേലിക്കകത്ത് വീട്ടിലേക്ക് ഒഴുകിയെത്തിയ 100 കണക്കിനായ ആളുകളെ കണ്ടു. ഇന്ന് രാവിലെയും VS-ന്റെ മകന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയവരെ കണ്ടു. ഇന്ന് ദർബാർ ഹാളിൽ അണമുറിയാതെ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയ 2 ലൈനിൽ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയ 100 മനുഷ്യരെ, 100 കണക്കിന് മനുഷ്യരെ നമ്മൾ കണ്ടവരാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വിലാപയാത്ര ഇങ്ങോട്ടേക്ക് വരുന്നത്. VS-ന് ഒരു പുഷ്പം കൊടുക്കുകയാണ് അല്ലേ? എന്തുകൊണ്ടാണ് VS-ന് പുഷ്പം കൊടുത്തേക്കാന്ന് വിചാരിക്കുന്നത്? തൊഴിലാളികളുടെ നേതാവാണ് VS. തൊഴിലാളികളുടെ നേതാവായതുകൊണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാവായതുകൊണ്ടാണ് ഞങ്ങൾ പുഷ്പം കൊടുക്കുന്നത്. തൊഴിലാളികൾക്ക് വേണ്ടി ശക്തമായിരുന്ന മനുഷ്യനാണ്. അതെ, ശക്തമായിരുന്ന മനുഷ്യനാണ്. അതെ, ഒരു പൂ അർപ്പിക്കുക എന്നുള്ളത് എല്ലാ തൊഴിലാളികളുടെ കടമയാണ്. ഭാഗ്യം ഞങ്ങൾക്ക് ഇത്രയും കിട്ടിയതിന് ഞങ്ങൾക്ക് സഹായനുള്ള ഒരു ഭാഗ്യമാണ്. കയ്യിലൊരു പനിനീർപ്പൂവുമായി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ പെട്രോൾ പമ്പിൽ തൊഴിലാളികൾ. അതിന് കാരണമായി അവർ പറയുന്നത്, ഇത് VS തൊഴിലാളികളുടെ നേതാവാണ് VS, ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച മനുഷ്യനാണ് VS-ന് ഒരു പനിനീർപ്പൂ അർപ്പിക്കണം എന്ന ആഗ്രഹത്തിൽ ഇവിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെ അവിടെ ഈ പെട്രോൾ പമ്പിലെ തൊഴിലാളികൾ അവരോട് കാത്തു നിൽക്കുന്നു. ഇത് ഇവിടുത്തെ മാത്രം കാഴ്ചയല്ല അനുജ. നമ്മൾ നേരത്തെ പറയുന്നത് സെക്രട്ടേറിയറ്റ് മുതൽ ഈ പട്ടം വരെ ഏതെങ്കിലും സ്ഥലത്ത്, റോഡിന്റെ ഇരുവശവും ഏതെങ്കിലും സ്ഥലത്ത് ഒരു വിടവുണ്ടായിട്ടില്ല. വിടവുണ്ടാവാത്ത വണ്ണം മനുഷ്യന്മാർ ചേർന്ന് നിൽക്കുന്നു. VS-നെ അവസാനം ഒരു നോക്ക് കാണുന്നു. ചില പോയിന്റുകൾ, ഈ പറയുന്ന PMG പോലെയുള്ള പട്ടം പോലെയുള്ള ചില പോയിന്റുകളിൽ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നു. പക്ഷേ പോയിന്റെന്നോ പോയിന്റ് ഇല്ലെന്നോ നോക്കാതെ, ഏതെങ്കിലും പറഞ്ഞിട്ടുള്ള കേന്ദ്രങ്ങളൊന്നും അല്ലാതെയോ നോക്കാതെ അവിടുന്ന് ഇവിടം വരെ റോഡിന്റെ ഇരു സൈഡുകളിലും VS എന്ന നേതാവിന് ആദരം അർപ്പിക്കാൻ, ഒരു അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ, ഒരുപടി രക്തപുഷ്പങ്ങൾ സമർപ്പിക്കാൻ 100 കണക്കിനായ മനുഷ്യർ ഇവിടെ ഒത്തുകൂടി നിൽക്കുന്നു. ഇതങ്ങോട്ടേക്കുള്ള ഒരുപക്ഷെ ആലപ്പുഴ വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത് തന്നെയാവണം ഒരുപക്ഷെ കാഴ്ച. ഒരുപക്ഷെ ആലപ്പുഴയിലൊക്കെ പോകുമ്പോൾ അത് അത് കുറച്ചുകൂടി VS-മായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് ആലപ്പുഴ. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇതിപ്പോൾ ഈ തിരക്ക് പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. നിയന്ത്രണാതീതമായ തിരക്കിലൊക്കെ ഒരുപക്ഷെ ആലപ്പുഴയിലൊക്കെ പോകുമ്പോൾ കാര്യങ്ങൾ പോയേക്കാം. സമരനായകർ വിട എന്ന് പറയുന്ന പൂക്കൾ അലങ്കൃതമായ വാഹനം നമുക്ക് മുന്നിലൂടെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് അനുജ. അതിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുണ്ട്, വി ജോയി MLA അടക്കമുള്ളവർ അവിടെയുണ്ട്. ഈ വണ്ടി ഒരു ആൾട്രേഷൻ നടത്തിയാണ്. നേരത്തെ ആദ്യം ഈ വാഹനം വരുമ്പോൾ ഇത്തരത്തിൽ തുറന്നൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല. അത് മന്ത്രി KB ഗണേഷ് കുമാർ വരികയും KB ഗണേഷ് മാറ്റിയിട്ടോ ഉണ്ടാക്കിയൊരു മാറ്റമാണ് അവിടെ
വി ജോയ് നിൽക്കുന്ന വാതിൽ പോലുള്ള സ്ഥലം അത് ഇളക്കി മാറ്റി കുറച്ചുകൂടി ആ പേടകം ഇരിക്കുന്ന സ്ഥലം കുറച്ച് താഴ്ത്തി വെച്ചു. അത് കാരണം സാധാരണക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ വഴിയോരം നിൽക്കുന്നവർ കാണാൻ കഴിയും. അങ്ങോട്ടേക്ക് നോക്കൂ, വഴിയോരങ്ങൾ മാത്രമല്ല ഇങ്ങനെയുള്ള ഭിത്തികൾക്ക് മുകളിൽ ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകൾക്ക് താഴെ ഒക്കെ VS-നെ ഒരു നോക്ക് കാണുക, ഒരു അന്ത്യാഭിവാദ്യം അർപ്പിക്കുക. ദൂരെ മാറുകയാണെങ്കിൽ കൂടിയും മുഷ്ടി ചുരുട്ടി ഒരു അന്ത്യാഭിവാദ്യം അർപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ നൂറുകണക്കിനായ മനുഷ്യർ അവിടെ തടിച്ചുകൂടി നിൽക്കുന്നത് നമുക്ക് കാണാം. ഇത് ഇവിടുത്തെ മാത്രം, ഇത് പട്ടത്തെ മാത്രം കാഴ്ചയല്ല എന്ന് ഉറപ്പായി പറയാം. സെക്രട്ടേറിയറ്റ് മുതൽ പട്ടം വരെ നമ്മൾ അവിടം തൊട്ട് ഇവിടം വരെ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. റോഡിന്റെ ഇരുവശവും ആളുകൾ, ഈ പറയുന്ന കുറച്ചുകൂടി മുകളിൽ മതിലുകൾക്കകത്ത് ആളുകൾ, വീടുകൾക്ക് മുകളിൽ ഫ്ളാറ്റുകൾക്ക് മുകളിലൊക്കെ ആളുകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നു നിന്ന് VS-ന്റെ സമരനായകൻ, ഒരുപക്ഷെ കേരളത്തിന്റെ അവസാനത്തെ സമരനായകൻ എന്ന് പറയാവുന്ന രീതിയിൽ സമരം ഇത്രത്തോളം സമരം ചര്യയുടെ ഭാഗമാക്കി മാറ്റിയ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സമവായമോ കോംപ്രമൈസോ എന്ന വാക്ക് കേൾക്കാത്തവണ്ണം സമരത്തെ ആയുധമാക്കി നിർത്തിക്കൊണ്ട് അടിസ്ഥാന വർഗത്തിന്റെയും പാവപ്പെട്ടവന്റെയും പതിതന്റെയും വേദനയ്ക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുത്ത ഒരു നേതാവിന് നാടർഹിക്കുന്ന ഒരു യാത്രയും ഇപ്പോൾ നൽകുകയാണ് VS-ന്. ഇവിടെ പട്ടത്തിൽ അല്പസമയം നിർത്തിയിട്ടിരിക്കുന്നു. ഇവിടെ പട്ടത്തിൽ അല്പസമയം നിർത്തിയിട്ടിരിക്കുകയാണ്. ആ വാഹനം എന്താണെന്ന് അറിയില്ല. ഒരു ഹോൾട്ട് അവിടെ ഉണ്ട്. പതിയെ ആൾക്കൂട്ടം കാരണം ചെറുതായി നിർത്തിയതാണ്. വാഹനം പിന്നെ മുന്നോട്ടേക്ക് തന്നെ നീങ്ങുന്നു. വി ജോയ് MLA അടക്കമുള്ളവരുണ്ട്. അവിടെ രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട്, കൈകൾ കൂപ്പിക്കൊണ്ട് അല്ലെങ്കിൽ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അന്ത്യാഭിമാനം അർപ്പിക്കുന്ന ഒരുപാട് നേതാക്കളെ, സാധാരണക്കാരെ, പ്രവർത്തകരെ നമ്മൾ അവിടെ മുതൽ കാണുന്നത്. മതികെട്ടാലാവട്ടെ, പ്ലാച്ചുമടയിലാവട്ടെ, എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമരപ്പന്തലിലാവട്ടെ, സെക്രട്ടേറിയറ്റ് മുകളിലെ അസംഖ്യം സമരപ്പന്തലിലാവട്ടെ, ഈ സമരപ്പന്തൽ VS ഇരുന്നത് ആ സമരക്കാർക്ക് മാത്രമല്ല ആവേശമായത്, അത് കണ്ടിരുന്നവർക്കും, അല്ലെങ്കിൽ ആ സമരത്തിന്റെ ആ സമരം വഴി പരിഹാരം ഉണ്ടായതും, അല്ലെങ്കിൽ ആ സമരം കണ്ട കേരളത്തിനൊക്കെ VS-ന്റെ ഓരോ സമരങ്ങളും, അത് VS-ന്റെ ഈ പറയുന്ന മലയും കുന്നും കയറിയുള്ള വലിയ സമരങ്ങളൊക്കെ കേരളത്തിന് ഒട്ടാകെ വലിയ ആവേശവും വലിയ ഊർജ്ജവുമായി മാറിയിരുന്നു. അങ്ങനെ ആവേശവും ഊർജ്ജവുമായി മാറിയ ആ നേതാവിന് ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്ത് കാണിക്കുകയാണ് അനുജ. ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങൾ പൂക്കൾ അർപ്പിക്കുന്നു VS-ന്. അപ്പോൾ അങ്ങനെ കുറേ അധികം ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ പതിയാണെങ്കിൽ കൂടിയും ആ വിലാപയാത്ര, വാഹനം അങ്ങനെ മുന്നോട്ടേക്ക് നീങ്ങുന്നുണ്ട്. VS-നെ ഒരു നോക്ക് കാണാൻ ഇവിടെ തടിച്ചുകൂടുന്ന നൂറുകണക്കിന് ആളുകൾ ഈ വാഹനത്തിനടുത്തേക്ക് വരുന്നു. കൃത്യമായ പോലീസ് ക്രമീകരണങ്ങൾ അവിടെയുണ്ട്. VS എന്ന് പറയുന്ന ഒരു സമരസൂര്യൻ അവിടെ ഓർമ്മയാകുന്നു. VS എന്ന് പറയുന്ന സമരസൂര്യൻ ഓർമ്മയാകുന്നു അനുജ. ആ ഓർമ്മയാകുന്ന സമരസൂര്യന് ആദരമർപ്പിക്കുന്നു. സമരകേരളം ആദരമർപ്പിക്കുകയാണ്. സമരകേരളം കണ്ണേകേരള VS എന്നുള്ളത് ഒരു മുദ്രാവാക്യമല്ല. എല്ലാവരുടെയും ഹൃദയത്തിനുള്ളിലെ VS-നെ അഭിവാദ്യം ചെയ്യാനുള്ള, VS-നെ വിളിക്കാനുള്ള കേവലം 2 വാക്കുകൾ മാത്രമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മുദ്രാവാക്യത്തിന്റെ രൂപത്തിലല്ല. പ്രിയപ്പെട്ടവനെ VS-െ, നിന്നെ ഞങ്ങൾ മറക്കുകയില്ല. തങ്ങൾ ഉയർത്ത മുദ്രാവാക്യം അതൊരു പടി കൂടി ഉയർത്തിക്കിട്ടാൻ ഞങ്ങളുണ്ട് എന്ന് യുവതലമുറ പറയുന്നു.